വലിയ കഴിവൊന്നും വിചാരിച്ചോണ്ടിരിക്കില്ലേ, മനസ്സിലായത് തന്തയില്ലായ്മയുടെ ലക്ഷണമാണ് പുണ്ടച്ചി മോളെ. ഒരു റിലേഷൻഷിപ്പില് ഒന്നിനെ വെച്ചോണ്ട് വേറെ ഒന്നിനെ നോക്കിയിട്ട് അതിനെയും കൊണ്ടുപോകണം ഇതിനെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പുണ്ടച്ചി മക്കൾക്കും പുണ്ടച്ചി മോമാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഒരുത്തനെ പൊട്ടനാക്കി ഇരുത്തിയിട്ട് വേറൊരുത്തനെ നോക്കുമ്പോ എന്തൊരു സുഖമാണ് കിട്ടണം ഇല്ല. അവന്റെ അടുത്തുള്ള കാര്യം തുറന്നു പറഞ്ഞ് അവനെ ജീവിക്കാൻ പറഞ്ഞു വിട്ടിട്ട് നീ പ്രേമിക്കേ മറ്റേ ഊമ്പേ എന്തിനോ വേണോ ചെയ്തോ. നീ അവനെ ബുദ്ധിപൂർവ്വം പൊട്ടനാക്കി എന്ന് വിചാരിച്ച് നീ സന്തോഷിക്കണുണ്ടെങ്കിൽ നീ കേട്ടോ, അവൻ പൊട്ടനായോണ്ടല്ല, നിന്റെ അടുത്തുള്ള സ്നേഹം കാരണം അവന്റെ കണ്ണ് മറച്ചോണ്ടാണ് അവൻ പൊട്ടനായിട്ട് നിന്ന് തന്നത്. ഒരാളുടെ ഫീലിങ്സ് പോയി കഴിഞ്ഞാൽ അത് തുറന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക, അതാണ് മര്യാദ, മനസ്സിലായ? അതാ എനിക്ക് നിന്റെ അടുത്ത് ഫീലിങ്സ് ഇല്ല എന്ന് തുറന്ന് പറയുക, ഇറങ്ങി പോവുക. അവനെ വച്ചും കൊണ്ട് വേറൊരുത്തനെ നോക്കി ഇനി അവനും ഇവനും കൂടെ കണ്ടുമുട്ടി അവന്മാര് തമ്മിൽ അടിയായി എന്ത് വന്നാലും പെൺ വിഷയത്തിൽ അടി ഉണ്ടാക്കല്ലേ. പെൺ വിഷയത്തിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയവന്മാരെല്ലാം ഒന്ന് ഒരുമിച്ചിട്ട് സംസാരിച്ചാൽ മനസ്സിലാവും ഇതിന്റെ ഇടയിൽ അവന്മാരാണ് പ്രശ്നക്കാര്, അത് അവളാണ് പ്രശ്നക്കാരി. ആളിനെ സ്നേഹിക്കുന്ന വേറൊരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കട്ടെ, മനസ്സിലായ? നീ എന്തിനാണ് ആളിനെയും പിടിച്ചു വെച്ച് ഇവനെയും പിടിച്ചു വെച്ച് എല്ലാം കൂടെ മറ്റേ കൂടിയെ നോക്കാൻ വേണ്ടിയിട്ടാ മയിരി. പിന്നെ പയ്യന്മാരടുത്ത് പണം ഇല്ലേ സൗന്ദര്യം ഇല്ലേ എങ്കിൽ നീയൊക്കെ പ്രേമിക്കാൻ നിൽക്കല്ലേ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് നല്ലൊരു പ്രേമവും കിട്ടുള്ളൂ, നല്ലൊരു പെണ്ണിനെയും കിട്ടുള്ളൂ. നീ ഒന്നിനെ സെറ്റ് ആക്കിയിട്ട് നിനക്ക് പയ്യ ഇൻട്രസ്റ്റ് പോകുമ്പോഴത്തേക്ക് നീ അവരുടെ അടുത്ത് പോലും പറയാതെ വേറെ ഒന്നിനെ പോയി സെറ്റ് ചെയ്ത് അവരെ കൂടെ ജീവിക്കുമ്പം അത് എന്തെങ്കിലും ഒരിക്കൽ ഈ ഒരാൾ അറിയുമ്പോൾ ആളുടെ മാനസികാവസ്ഥ ചിന്തിച്ചിട്ടുണ്ടാകും. കാരണം നീയെന്നും പറഞ്ഞായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നത്, മനസ്സിലായി? അത് എല്ലാവർക്കും കിട്ടൂല ആ ഭാഗ്യം. ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ ജീവനുള്ളിൽ സ്നേഹിക്കുന്ന ഒരാളിനെ ഊമ്പിക്കല്ല്, വിശ്വാസവഞ്ചന കാണിക്കല്ല്. ഞാൻ പറയാം, അത് തിരിച്ചു കിട്ടും, ഉറപ്പായിട്ടും അത് തിരിച്ചു കിട്ടും. ഇപ്പം നീ കുറച്ചു നാളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം അവൻ നിന്നെ തൂക്കുകയും ചെയ്യും, നിനക്കും നിന്റെ മറ്റവനും അവൻ വായിത്തരുകയും ചെയ്യും. എനിക്ക് ഫീലിങ്സ് പോയെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക, മനസ്സിലായ? അവന് ഹാപ്പി, നീയോ ഹാപ്പി. നീ ഇനി ഏവന്മാരെയൊക്കെയാണോ ഒതുക്കി അടിക്കാൻ പോണത്, അവന്മാരും ഹാപ്പി. അവനായാലും അവളായാലും എല്ലാവരും ചേർത്ത് തന്നെ പറയണം. ഒന്നിനെ വെച്ചുകൊണ്ട് വേറെ ഒന്നിനെ നോക്കി ഊമ്പിക്കണേക്കാളും നല്ലത് രാത്രിയാകുമ്പോ തമ്പാനൂരി ഒന്ന് കുനിഞ്ഞിരിക്കണേയാണ് പുണ്ടച്ചികളെ.